ട്രാഫിക് പരിഷ്കാരങ്ങൾ ഒപ്പം ഇത്തരത്തിൽ ലൈസൻസിലുള്ള ടെസ്റ്റിലുള്ള പരിഷ്കാരങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ HDക്കാൻ പോയ ഉദ്യോഗസ്ഥർക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. എന്താണെന്നല്ലേ, ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് പ്രതിദിനം 100-ലധികം ടെസ്റ്റുകൾ നടത്തിയ 12 ഉദ്യോഗസ്ഥരാണ് ഇന്ന് പരസ്യ ടെസ്റ്റ് നടത്തുന്നത്. അതായത് ഇവർ എങ്ങനെയാണ് ഇത്രയധികം ടെസ്റ്റുകൾ നടത്തിയതെന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് തന്നെ നടന്നത്. പക്ഷേ ഇതുമൂലം വലഞ്ഞത് സാധാരണക്കാരാണ്, പൊതുജനങ്ങളാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കുള്ള ഇത്തരത്തിൽ പരസ്യ ടെസ്റ്റ് നടത്തിയത് മൂലം ലൈസൻസ് എടുക്കാൻ എത്തിയവർ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അതിൽ ഗർഭിണികളടക്കം നിരവധി പേരുണ്ടായിരുന്നു. അവർ തിരുവനന്തപുരം മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ട്രാക്കിൽ എത്തിയിരുന്നു. കൊടും ചൂടത്തൊന്നും മാറിയിരിക്കാൻ പോലും സൗകര്യം ഒരുക്കിയിരുന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. തികച്ചും അസാധാരണമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം മുട്ടത്തറയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൽ തികച്ചും ടെസ്റ്റ് ചെയ്യേണ്ട ആളുകൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു പ്രത്യേകതയാണ് ഉള്ളത്. ഏതാണ്ട് 12ഓളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം മുട്ടത്തറയിലെത്തി ഇവർ എങ്ങനെയാണ് 100-ലധികം ടെസ്റ്റുകൾ ഒരു ദിവസം നടത്തിയത് എന്ന വിശദീകരണം നൽകുന്നത്. ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് പോലെ തന്നെയാണ്. സാധാരണയായി നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പരീക്ഷകൾ എഴുതാൻ പോകുന്ന ആളുകൾക്കാണ് ടെൻഷനും മറ്റു കാര്യങ്ങളും ഉള്ളത്. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർക്കും ചെറിയ രീതിയിൽ ടെൻഷനുണ്ട്. കാരണം ഈ 100 പേരെ എങ്ങനെ അവർ ടെസ്റ്റ് നടത്തിയെന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇവർ ഇത്തരത്തിൽ കാണിച്ചു കൊടുക്കണം. അതായത് മോഡ് ഓഫ് ടെസ്റ്റ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ടെസ്റ്റ്, ഇത് രണ്ടും എങ്ങനെയാണ് നടത്തിയതെന്ന് ഇവർ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം, രാവിലെ മുതൽ തന്നെ ഇവിടെ ടെസ്റ്റിന് വേണ്ടി എത്തിയ ആളുകളാണ് ഈ ഇരിക്കുന്നത്. അത്രയും ഇവർ നമ്മളൊരു 7:15 ഇവിടെ എത്തിയിട്ടുണ്ട്. 10:15 നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഒന്നത് എല്ലാവർക്കും അറിയാം, നല്ല ചൂടുള്ള അവസ്ഥ. അപ്പം ഈ ചൂടിലും ഇങ്ങനെ നമ്മളിട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതിൽ ഒരു കാര്യമില്ല. അപ്പം ഒരാൾക്ക് ഇപ്പോൾ കുറച്ച് പേർക്ക് 8 എടുത്ത് കഴിഞ്ഞെങ്കിൽ അവർ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ റോഡ് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവരിക. അല്ലാതെ ഇത്രയും ടൈം ബുദ്ധിമുട്ടിപ്പിച്ച് ഉച്ചവേല വരെ നമ്മളെ ഇങ്ങനെ കാത്തിരിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവർക്ക്. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ ടെസ്റ്റിന് വേണ്ടി വന്ന് ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വണ്ടിയിൽ തന്നെ 4-5 ഉദ്യോഗസ്ഥർ കയറുന്നത് ഇന്ന് ടെസ്റ്റിനെത്തിയ ആളുകൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവർക്കൊരു കോൺഫിഡൻസ് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഫെയിലാകുന്ന ഒരു കാഴ്ചയാണുള്ളത്. കാരണം ഒരു റോഡ് ടെസ്റ്റിന് ഇറങ്ങുമ്പോൾ ഒരു വാഹനത്തിൽ തന്നെ 3 ഇൻസ്പെക്ടർമാരുണ്ടാകും. മാത്രമല്ല ഇവരെ നിരീക്ഷിക്കുന്നതിനായി CDTൻ്റെ ഒരു ക്യാമറമാൻ ഉണ്ടാകും, ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടാകും. ഇത്രയും പ്രഷർ അല്ലെങ്കിൽ ഇത്രയും ഒരു സമ്മർദ്ദത്തിനിടയിലാണ് ഇവർ ഇന്ന് ഈ റോഡ് ടെസ്റ്റിന് വേണ്ടി ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഒരു ഫെയിലാകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ടെസ്റ്റിന് വന്നാണ് രാവിലെ? അത് 8 മണിക്ക് മുന്നേ വന്ന്. അപ്പോൾ എന്താ പറയുന്നത് ഇവർ? ഇത് ഇത്രയും ലാഗ് അടുപ്പിക്കാതെ അവരെന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ റോഡിലൊക്കെ നിൽക്കുകയല്ലേ, ചൂടും കൂടെയല്ലേ. അപ്പം അതെന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യണം. പേടിയേക്കാൾ ഉപരി ഇത്രയും പേരുടെ ആവശ്യമില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും ഇങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഇന്നൊരു ദിവസം വന്നവർക്ക് വേണ്ടി മാത്രമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. റോഡ് ടെസ്റ്റ് കഴിഞ്ഞതാണ്? റോഡ് ടെസ്റ്റ് കഴിഞ്ഞതാ, കിട്ടിയില്ല. 3 പോലീസുകാരും ക്യാമറ, അങ്ങനെ ഫുൾ ഒരു പാനിക് മോഡിലാക്കി. രാവിലെ വന്നതാണോ? 7 മണിയൊക്കെ എപ്പോഴും എത്തിയതാ. ഇപ്പോൾ ഇത്രയും നേരമായിട്ട് റോഡ് ടെസ്റ്റ് ആയിട്ടില്ല, വെയിറ്റ് ചെയ്യുവാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ടെസ്റ്റ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ടെസ്റ്റ്, ലൈസൻസ് എടുക്കാൻ വന്നിട്ടുള്ള ആളുകൾക്ക് കൂടി വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് എത്തിയിട്ടുള്ള പല ആളുകളും ടെസ്റ്റ് ഫെയിലായി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നത്തെ ഈ ഒരു ടെസ്റ്റ് അല്പം കടന്നുപോയി. കാരണം ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മാത്രം ഇത്തരത്തിൽ ഒരു ടെസ്റ്റ് നടത്തുന്നത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർക്കും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നടപടികളുണ്ടാകും. കാരണം 60-ലേറെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഒരു ദിവസം പ്രതിദിനം 100-ലധികം ടെസ്റ്റുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 12 പേര് മാത്രമാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവരെയും ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ ടെസ്റ്റിനായി കൊണ്ടുവന്നേക്കും. എന്തായാലും ഇന്ന് ഇവർ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യം ഇവർ സമർത്ഥിക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ, അതായത് 12 ഉദ്യോഗസ്ഥർ എങ്ങനെയാണോ 100 പേരെ ഒരു ദിവസം ടെസ്റ്റ് നടത്തിയത്, ഇത് ഇവരിന്നിവിടെ വിശദീകരണം നൽകി മേലുദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ജനങ്ങളെ വലച്ചു ഈ പരിശോധന എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ